എറണാകുളം ജില്ലയിലെ അതിമനോഹരമായ ബീച്ചാണ് വളപ്പ് ബീച്ച്. ദിവസവും 1000-ൽ കൂടുതൽ സഞ്ചാരികളാണ് ഈ ബീച്ച് തേടിയെത്തുന്നത്. പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ബീച്ചിലെ ഈ കാറ്റാടി പാടങ്ങളാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ഫോട്ടോഗ്രാഫി, വെഡ്ഡിംഗ് ഷൂട്ട് ഫോട്ടോഗ്രാഫിക്ക് തന്നെ നിരവധി ആളുകളാണ് എത്തുന്നത്. ഒരുപാട് സഞ്ചാരി ഞായറാഴ്ച ദിവസങ്ങളിൽ 2500 മുതൽ 3000-ത്തിലധികം ആളുകളാണ് വളപ്പ് ബീച്ച് തേടിയെത്തുന്നത്. എന്നാൽ ഈ വളപ്പ് ബീച്ച് സുരക്ഷിതമാണോ? അപകടത്തീരം എന്ന് തന്നെ ഈ വളപ്പ് ബീച്ചിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം ഒരു വർഷത്തിനിടെ 8 പേരാണ് ഈ വളപ്പ് ബീച്ചിൽ അപകടത്തിൽപ്പെട്ടത്. തൊട്ടടുത്ത പുതുവൈപ്പ് ബീച്ചിലാണ് മെയ് 13-ന് 3 പേർ അപകടത്തിൽപ്പെട്ടത്. ഇത്രയും ആളുകൾ എത്തുന്ന ഈ വളപ്പ് ബീച്ചിൽ ഒരു ലൈഫ് ഗാർഡില്ല, മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങൾക്ക്, അതായത് എത്തുന്ന ആളുകൾക്ക് പോകാൻ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഈ ലൈഫ് ഗാർഡുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ആളുകൾ തോന്നുന്നത് പോലെയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ വെള്ളത്തിൽ അപകടത്തിൽപ്പെടുന്ന ആളുകളെ രക്ഷിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികളാണ്, മത്സ്യത്തൊഴിലാളികളാണ്. സർക്കാരിന്റെയോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വകുപ്പിന്റെയോ ഒരു ശ്രദ്ധയും എത്താത്ത പോലീസുകാർ രാത്രിയാവുമ്പോൾ വലിയ രീതിയിലുള്ള ഇരുട്ടാകുന്നതിനാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഒരു പോലീസ് പെട്രോളിംഗ് പോലും ഈ ബീച്ചിലില്ല. ഇപ്പോൾ സമീപത്തുള്ള ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവരെല്ലാം പറയുന്നത്. ചേട്ടാ, ഈ പുതുവൈപ്പ് ബീച്ച്, അതായത് വളപ്പ് ബീച്ച്, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്? ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈപ്പിങ്ങരയിലെ ബീച്ചിലെ ഏറ്റവും മനോഹരമായ ബീച്ചാണത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഒരു ദിവസം ആയിരക്കണക്കിന് സഞ്ചാരികൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ ഒരു ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ മറ്റേ സീ ഗാർഡുകളുടെ ഈ പ്രയോജനം ഇവിടെ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങോട്ട് വരുന്നവർക്ക് ഈ പ്രദമായി വരാനുള്ള ഒരു റോഡ് പോലും ഇല്ല ഇവിടെ ശരിക്കും. അപ്പോൾ ഈ ബീച്ചിന്റെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടലുണ്ടായാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ വരുന്ന സഞ്ചാരികളോട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങല്ലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പറഞ്ഞാലിട്ട് നമ്മളോട് ചാടിക്കടിക്കും. ഇവിടെ ഈ 3-4 പിള്ളേർ അങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് കയറി രക്ഷപ്പെടുത്തുന്നവരോ. അപ്പോൾ അതിനും കൂടി ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും മനോഹരമായ ബീച്ച് ചെറായിൽ പോലും ഇല്ല. അത്രയും നല്ല ബീച്ചാണ്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളോട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യമായിട്ട് ഏർപ്പെടുത്താവുന്നത് ഈ സീ ഗാർഡിന്റെ ഇതും പിന്നെ ലൈഫ് ജാക്കറ്റുകളും ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഹൈമാസ് ലൈറ്റ് ഉടനെ ഇട്ടിട്ടുണ്ട്. അഞ്ജലി ശ്രീജിതാരാജാണ് വിവരങ്ങൾ നൽകിയത്. വളപ്പ് ബീച്ചിൽ പലവിധത്തിലുള്ള പരിമിതികളുണ്ട്. ഇങ്ങനെ കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ പല സ്ഥലങ്ങളിലെയും പരിമിതികളും പ്രശ്നങ്ങളും എല്ലാം സർക്കാരിന് മുമ്പിൽ വെക്കുകയാണ് റിപ്പോർട്ടർ ലൈവത്തോൺ.